എല്ലാ മാച്ചിലും ഇന്ത്യൻ ടീം ഋഷഭ് പന്തിനെ കളിപ്പിക്കുന്നു. സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലിരുത്തുന്നു. വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന രീതിയാണിത്. സഞ്ജുവിന് മാത്രം ഇങ്ങനെ താഴുന്നത് എന്താണ്? സഞ്ജു ഇനി സെഞ്ചുറി അടിച്ചാലും സഞ്ജുവിനെ കളിപ്പിക്കില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നലത്തെ ആദ്യ T20 ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് രണ്ടാമത്തെ T20 ആയിരിക്കുകയാണ്. ഇന്നത്തെ ടീമിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കോച്ച് ഗംഭീർ ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ സഞ്ജു കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രണ്ടാം T20 കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലത്തെ T20 ഇന്ത്യ തോൽക്കേണ്ടതായിരുന്നു. നിസംഗ അതുപോലത്തെ കളിയാണ് കാഴ്ചവെച്ചത്. പിന്നീട് ഇന്ത്യ ബൗളിങ്ങിൽ കളി തിരിച്ചു പിടിച്ചതാണ്. ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്രീലങ്ക ഇന്ത്യൻ ടീമിനെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു. ആദ്യത്തെ 20 ബോളിൽ 20 റൺസ് മാത്രമാണ് പന്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദിനം പോലെയാണ് T20യിൽ പന്ത് കളിക്കുന്നത്. എന്നിട്ട് ഋഷഭ് പന്തിന് അവസരങ്ങൾ കൊടുക്കുകയാണ്. സഞ്ജുവിന് എപ്പോഴും സൈഡ് ബെഞ്ചിലാണ് സ്ഥാനം. എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കണം. ഋഷഭ് പന്തിന് മാത്രമാണ് അവർക്ക് പരിഗണനയുള്ളത്. പന്തിനെ ഇതുപോലെ സൈഡ് ബെഞ്ചിലിരുത്തി എന്തുകൊണ്ട് സഞ്ജുവിനെ കളിപ്പിക്കുന്നില്ല? മലയാളി ആയതുകൊണ്ടായിരിക്കും സഞ്ജുവിനെ ഇങ്ങനെ ഒഴിവാക്കുന്നത്. ഇന്നലെ ഓപ്പണിംഗിൽ ഇന്ത്യ മികച്ച കളി കാഴ്ചവെച്ചു. അതുകൊണ്ട് ഗില്ലും ജയ്സ്വാളുമായിരിക്കും ഇന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. സൂര്യകുമാർ 4 നമ്പറിൽ കളിക്കും. 3 നമ്പറിൽ ഋഷഭ് പന്ത് കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പന്തിന് പകരം സഞ്ജുവിന് കളിപ്പിക്കാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. പന്തിനെ മാറ്റാതെ പ്ലേയിങ് 11 ഇറങ്ങാൻ സഞ്ജുവിന് ചാൻസ് ഇല്ല. സഞ്ജുവിനെയും കളിക്കാൻ തന്നെയാണ് സ്ക്വാഡിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സഞ്ജു കളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. ശുഭ്മാൻ ഗിൽ, ജയ്സ്വാൾ, സഞ്ജു സാംസൺ, സൂര്യ, ഹാർദിക് പാണ്ഡ്യ, റിയാൻ പരാഗ്, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, രവി ബിഷ്ണോയ്, ഹർഷദീപ് സിംഗ്, സിറാജ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇന്ന് ഇന്ത്യ ജയിക്കുമോ ശ്രീലങ്ക ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.